സന്തോഷമില്ലാത്ത പറഞ്ഞ ആശുപത്രി പോവാ കുട്ടീനെ കുഞ്ഞിമണിക്ക് തീരെ വയ്യേനി അമ്മിന്റെ പൊന്നിന് വയ്യ മൂക്കടങ്ങിട്ടേ ഉങ്ങാൻ പറ്റാണ്ടേ ഈ പൊന്നിനും വയ്യ. രണ്ട് കുട്ടി അത് കുട്ടി കുളിന്ന് കൊണ്ടുവന്ന് കൊടുത്തത് ഉണ്ണിച്ച് പിന്നെ ഇയാള് കൊളിന്ന് കൊണ്ടുവന്നോ ഇതിന് കൊണ്ട് കൊടുക്കും. ചേച്ചി പെണ്ണ് വായി എന്നിട്ട് ഇത് എനിക്കും അതിനും തരും. കുഞ്ഞിമണിക്ക് വയ്യ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയാൽ എടുത്തോന്നറിയില്ല. എല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി ഫുൾ ടൈം ഉറങ്ങിയിട്ടില്ല ചെറുത്. ചേച്ചി നല്ല ഉറക്കായിരുന്നില്ലേ? ഇതൊന്നും അറിയാണ്ട് ഞങ്ങള് അയ്യോ സെക്കൻഡ് പോലും ഉറങ്ങിയിട്ടില്ല. ഗേറ്റ് അടപ്പ് തുറക്കൂടി പോന്ന ട്രെയിൻ പോയി കഴിഞ്ഞു പതുക്കെ പോണേ. അപ്പൊ ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അഡ്മിറ്റ് ചെയ്യില്ലേ നോക്കിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഓൾറെഡി മാറ്റാൻ കുറെ ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും. അഡ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് വരാം. ഇന്നാണെങ്കിൽ നാട്ടിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അയ്യോ അവസാന സമയത്ത് ഉണ്ണി കരച്ചിൽ കൂടി വീണ്ടും വീട്ടിലേക്ക് വരേണ്ടി വന്നു. അപ്പൊ ഓക്കെ, ഇനി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി എത്തി. വെയിറ്റിംഗ് ഏരിയയിൽ കട്ട പോസ്റ്റ് ഇതൊക്കെ ഡോക്ടറെ കാണാനുള്ളതാണ്. അപ്പോൾ ഞാനും ഇവിടെ പോസ്റ്റ്. ഇനി ഡോക്ടർ എന്താ പറയുക എന്നുള്ള വെയിറ്റിംഗ്. എന്തായിരിക്കും പറയുക? മടർക്കം പോയിട്ട് കുറേ കളിയും ചീരയൊക്കെ തുടങ്ങി ചെറുത് തീരെ വയ്യാതിരിക്കുന്നു. അച്ചടോ എൻ്റെ പൊന്നീന്ന് അച്ഛൻ്റെ പൊന്നീന്ന് ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴേക്കും ഞങ്ങളോളായി. അച്ചടോ അതിന് വയ്യ തീരെ. അതിന് നല്ല പനിയുണ്ട്. ഇതിനാണെങ്കിൽ നല്ല ചുമയുണ്ട്. പനിയുണ്ടല്ലേ? പീക്കമ്മ രണ്ടുപേർക്കും വയ്യ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് വീണ അടിപൊളി മുമ്പ് വീണ കിടന്ന് കളിച്ചോ കിടന്ന് കളിച്ചോട്ടാ. കച്ചോണി കിടന്ന് കച്ചോട്ടേട്ടാ. എൻ്റെ മോള് കിടന്ന് കച്ചോട്ടാ. അതിൻ്റെ മോള് കച്ചോ. തലയിലത്തെ പൊറ്റൊക്കെ ആളെന്നെ മാന്തി സെറ്റാക്കുന്നുണ്ട്. തലമാന്തി കാണിച്ചോടത്തെ. തലമാന്തി ഇങ്ങനെ കാണിച്ചോടത്തെ. തലമാന്തി ഒന്ന് കാണിച്ചോടത്തെ. തല ഇങ്ങനെ മാന്തി കാണിച്ചോടത്തെ. ഇങ്ങനെ മാന്തി കാണിച്ചോടത്തെ. നന്നായി തലമാന്തും. ഒറ്റയ്ക്ക് തന്നെ മാന്തിക്കോളും ആള്. ചേച്ചി അവിടെ ഇരുന്ന് ചേച്ചി കിട്ടി. എന്താണ് താങ്കൾ ചെയ്യുന്നത്? അയാളെ മാല അഴിച്ചത് ഹിസ്റ്റോറിയാണ്. ഭയങ്കര കലഹങ്ങളിലൊക്കെ ഇടയിൽ ഇവിടെ ഒരാൾ 2 ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടിൽ. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഇവിടെ ഒരുപാട് ഉണ്ണികൾക്ക് വയ്യാണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേരെന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ണികളും എല്ലാവർക്കും ജലദോഷവും ഇതൊക്കെ തന്നെയാണ്. പീക്കുൻ്റെ മൊബൈൽ മേടിച്ച് വെച്ചോടുകൂടി പീക്കും അമ്മയ്ക്ക് ആകാശത്തൂടെ പറക്കുന്ന വിമാനവും കാര്യങ്ങളൊക്കെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണുന്ന പോലെ പാർപ്പിടിച്ചിട്ട് അവളുടെ കണ്ണാണെങ്കിൽ വിളിച്ചിട്ട് വയ്യ. അവൻ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനീ പറഞ്ഞ പരിപാടിയും ഇതെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഇവള് മാത്രമുള്ള വീട്ടിൽ ഇങ്ങനെ നോക്കിക്കോളും പാവം അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷേ വല്ലാണ്ട് ഇട്ടാൻ സമ്മതിക്കില്ല. ആൾക്ക് വീട്ടിലൊറ്റയ്ക്കിരിക്കാൻ പേടി. ഇപ്പം ഞങ്ങൾ പറയുന്ന ഒറിജിനൽ കാര്യം കേട്ടാൽ നിങ്ങൾ ചിരിച്ച് മരിക്കും. അതുകൊണ്ട് നിങ്ങളത് കേൾക്കണ്ട. പല്ലെന്ന് കടിച്ച് പറഞ്ഞത് എന്തിനെ കുറിച്ചാവുന്നത് നിങ്ങളത് ഗസ് ചെയ്യും. നമ്മൾ സാധാരണയായിട്ട് തുടങ്ങിയ മൊബൈൽ മേടിച്ച് വെച്ചപ്പോൾ തുടങ്ങിയ കളികൾ തുടങ്ങി പീക്കൊരു മൊബൈലുണ്ട്. ഈ കളികളൊന്നും ഇവിടെ ഓണാവില്ല. മൊബൈൽ പീക്കുൻ്റെത് മേടിച്ച് വെച്ചാൽ പിന്നെ കളികളുടെ എണ്ണത്തിൻ്റെ കാര്യം പറയും വേണ്ട. പറമ്പയ്ക്ക് കളിക്കണോ വേണ്ട, ഈ കസാരമിരുന്ന് ഉറങ്ങണോ വേണ്ടതെന്ന് അറിയേണ്ട ആളെന്ന് എല്ലാത്തിലും പോകും. ഇതൊക്കെ നോക്കി കിടക്കുകയാണ് നമ്മുടെ കുഞ്ഞാൾ. ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഉഷാറായത്. അവൾക്ക് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു ചെയ്യാൻ പറ്റൂ. അത് കണ്ടപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര സന്തോഷമായിട്ടാണ്. പാവം.
അതിന് എപ്പോഴും കിടന്ന് കലവില സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് അത് ഡൗൺ ആകുമ്പോൾ നമുക്കൊരു സുഖമില്ലാത്ത അവസ്ഥയാണ്. ഇവരെ കളി കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഇത് ശരി എപ്പം നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ, കുഞ്ഞിനടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ കുഞ്ഞായതിന് ശേഷം പാറുമ്പയ്ക്ക് പീക്കുമായിട്ട് തീരെ പണ്ടത്തെ പോലെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പരാതികളാണ്. അത് ഏറ്റവും കൂടുതൽ പീക്ക് ഉറങ്ങിയതിന് ശേഷമാണ് കണ്ണീരിൻ്റെ രൂപത്തിൽ പ്രകടിപ്പിക്കുക. കെട്ടിപ്പിടിച്ച് കരച്ചിലും കുറേ ഉമ്മ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഉണ്ണിക്ക് പാല് കലക്കാൻ ഉള്ള പൊടി കാറിൽ വെച്ച് മറന്നിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയതാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ സന്തോഷ വാർത്ത ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, അടിയിലേക്ക് പോയത് വെറുതെയായി. പാല് കലക്കാനുള്ള പൊടി വീട്ടിൽ നിന്ന് എടുത്തിരുന്നില്ല. വല്ലാത്ത ബസ്സിൽ അങ്ങോട്ട് നടന്നു പോയി അതേ വേഗത്തിൽ തന്നെ തിരിച്ച് കയറി വരികയുണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് പീക്കൂന് എവിടേക്ക് ഇറങ്ങിയാലും അപ്പം വേണ്ട കാര്യമാണ് വാഷ്റൂം. എന്തായാലും അവിടെ പോയത് വെറുതെ ആയില്ല. നേരെ പീക്കൂനും കൊണ്ട് വാഷ്റൂമിൽ പോയി, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇറങ്ങേണ്ടി വന്നേനെ. എൻ്റെ ഷർട്ട് മുറിച്ച് ഒപ്പാട് കണ്ട ദിവളുടെ ലെഫ്റ്റിക്കോ അല്ലെങ്കിൽ പാറുമേൻ്റെ കുങ്കുമോ ആവും കണ്ട. ഞാനത് ഇപ്പോഴാണ് കാണുന്നത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എൻ്റെ ചന്ദനാമന് വഴിയുണ്ട്. ഞാൻ കാലത്ത് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. പീക്കു വാഷ്റൂമിൽ പോയി. ഞാനൊരു വട്ടം കൂടി അവിടെ നിന്നിട്ട് ഈ ചെറുതിനെ പ്രസവിച്ച് കിട്ടിയ പ്രസവവാടിന് മുമ്പിലാണ് പീക്ക് പോയ വാഷ്റൂം. അയ്യോ ചെറുത് കണ്ട, ചെറുത് ഞങ്ങൾ വെണ്ടിയൊക്കെ എടുത്ത് ചിരിക്കും. ചേട്ടോ ഇപ്പോൾ അവിടെ പോസ്റ്റായതിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വല്ലാണ്ട് പോസ്റ്റൊന്നും ആയിട്ടില്ല. ഞങ്ങളൊരു 11 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തി, 12-1 മണി വരെ ഇങ്ങനെ. പക്ഷെ നമ്മൾ ഇന്നലെ രാത്രിയാണ് വിളിച്ചത്, ഒരു പുലർച്ചെ 2 മണിയായപ്പോഴും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്. അപ്പോൾ ക്യാൻസൽ ചെയ്ത നമ്പർ 2 നമുക്ക് കിട്ടിയത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, 2 കിട്ടിയിട്ട് നമുക്ക് 10 മണിക്ക് വരാൻ പറഞ്ഞു. 10 മണിക്ക് നമ്മളെ കൊണ്ട് എത്താൻ പറ്റില്ല. പിന്നെ എല്ലാ നമ്പറും കഴിഞ്ഞിട്ടാണ് സാധാരണ ഇടയിൽ വന്നവരവർ വിളിക്കാറ്. അങ്ങനെ ഒരു ഐതിഹ്യം ഈ ഹോസ്പിറ്റലുണ്ട്. ഐതിഹ്യമല്ല, അങ്ങനത്തെ ഒരു ചിട്ടവട്ടങ്ങൾ ഈ ഹോസ്പിറ്റലുണ്ട്. എളുപ്പമല്ല ചിലപ്പോൾ ആലോചിക്കുമ്പോൾ. അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മുടെ നേഴ്സ് വന്നു ഉണ്ണിയുടെ പനി നോക്കാൻ. ഈ പനി നോക്കി കഴിഞ്ഞാൽ നമുക്കുള്ളൊരു സിഗ്നലാണ്, പെട്ടെന്ന് ഉണ്ണീനെ ഉള്ളിലേക്ക് വിളിപ്പിക്കുന്നതാണ് അതിനർത്ഥം. അങ്ങനെ പനി നോക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ പനിയൊന്നും അങ്ങനെ ആൾക്കുണ്ടായിരുന്നില്ല. മേൽച്ചൂട് നമുക്ക് തോന്നിച്ചിരുന്നു, പക്ഷെ ആ തോന്നിച്ചിരുന്ന രീതിയിലുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീടിന് അടുത്തുനിന്ന് കുറച്ച് അകലെയാണ് ഈ പറഞ്ഞ ഈ ഹോസ്പിറ്റൽ. ഇത് മാളയിലാണ് സ്ഥലം. എൻ്റെ വീട് വല്ലച്ചിറയാണ്. പക്ഷെ അവിടുത്തെ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റ് രീതികളും നമ്മളുള്ള പെരുമാറ്റം കൊണ്ട് തന്നെ നമ്മൾ ദൂരത്തിരി കൂടിയാലും എന്തുണ്ടായാലും അങ്ങോട്ട് തന്നെ പോകും. അപ്പോൾ പ്രത്യേക ഒരു നമ്മുടെ നേഴ്സ് വന്ന് പറഞ്ഞ പോലെ ഈ നേഴ്സാണ് നമ്മുടെ ഓരോ നമ്പർ അനുസരിച്ച് വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡോക്ടർ ആരെയ സമയത്ത് കാണുന്ന ആളാണ് തീരുമാനിക്കൽ. അങ്ങനെ നേഴ്സ് അതിർത്ത് പറഞ്ഞു പനിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നോർമലാണെന്ന് പറഞ്ഞു. വന്ന വഴിക്ക് ചേച്ചിക്കുട്ടീനെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിക്കുട്ടി ഇങ്ങനെ തുള്ളിച്ചാണെന്ന് നോക്കണ്ട, രാത്രി ആയാൽ ഭയങ്കര ചുമയാണ്. അങ്ങനെ ഞങ്ങൾ പനി നോക്കിയിട്ട് നേരെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരാളും കൂടി തിരക്കായ കാരണം ഇങ്ങനെ ഓരോരുത്തർ കണ്ടിറങ്ങും വിളിക്കൊരു കയറ്റി നിർത്തുന്നുണ്ട്. അതാണ് ഫുഡിനോടുള്ള കൊതി കൊണ്ടല്ല കേട്ടോ പെട്ടെന്ന് രംഗം മാറിപ്പോയത്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ആകെ ഡോക്ടർ കുറേ ബ്ലഡ് ടെസ്റ്റിന് എഴുതി, മറ്റുള്ള കാര്യങ്ങൾക്ക് എഴുതി. ഉണ്ണിക്ക് നോർമൽ പനിയല്ല, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നാണ് ഡോക്ടറുടെ സംശയം. അപ്പോൾ ഡോക്ടർ നമുക്കുള്ള ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്നാണ് ഡോക്ടറുടെ ഡൗട്ട്. അപ്പോൾ എങ്ങനെയും മാറട്ടെ. അതിനിടയിൽ ഞങ്ങൾ ചോറ് പറഞ്ഞു. ഞങ്ങൾ 2 പേര് ചോറുണ്ടു. പീക്ക് മാത്രം ചോറുണ്ടാൻ പോസ്റ്റായിട്ട് നേരം വൈകിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞു, അവളത് കേട്ടില്ല. അപ്പോൾ ഞാൻ ചായനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിലെ മറ്റുള്ള തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ വോയിസ് കറക്റ്റ് അല്ലാത്ത കാരണമാണ് ഞാൻ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചെയ്യണത്. പക്ഷെ അത് കേൾക്കാനായിരുന്നു രസം. ചായയുടെ പറഞ്ഞാണ് എൻ്റെ മുഖത്തെ ഗാംഭീര്യം എനിക്കിപ്പോൾ കാണുമ്പോൾ ചിരി വരുന്നു. പീക്കുപ്പായിട്ട് തന്നെ പെട്ടാ അമ്പോ. അങ്ങനെ പീക്കുന് മോര് ശരിക്കും സാധാരണ കഴിക്കാൻ പാടില്ല. മോര് ഒഴിച്ചിട്ടാണ് അവൾ ചോറിനാണ്. അവൾക്ക് അലർജി ഉണ്ട്. മോരൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതൊക്കെ ഈ അലർജി എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ഞാനൊക്കെ ആലോചിക്കും പണ്ടൊക്കെ നമ്മൾ എന്തോരം വാരി വലിച്ച് മോര് കൊടുത്തോ. അയ്യോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പൂരപ്പറമ്പിൽ വെച്ച് മോര് വാദം 2 കുടിച്ചിട്ട് വയറിളക്കം. ഞാൻ നോക്കുമ്പോൾ ഒരു ചൂട് നേരെ ഒടിച്ചേ നാളെ പറയാനായിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കുടിച്ച നേരെ അലർജിയായി. നമുക്ക് ആകെ ഉണ്ടാവുന്ന വയറ്റിൽ നിന്ന് പോകും. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ കുഴപ്പം കൊണ്ടല്ല, തൈരിൻ്റെ കുഴപ്പം കൊണ്ടല്ല. പിന്നെ എന്താണ് കുഴപ്പമെന്ന് ആലോചിക്കുമ്പോഴാണ് സാങ്കേതിക വിദ്യയോട് നമുക്ക് സംശയം തോന്നുന്നത്. എന്തിട്ട് പണ്ടാണോ ആകെ പോട്ടെ. അങ്ങനെ ഇതാണ് ഹോസ്പിറ്റല്. ഇത് നേരത്തെ കാണിക്കണ്ടായിരുന്നു. നേരത്തെ കാണിക്കാൻ അല്ലെങ്കിലും ഈ എഡിറ്റ് ചെയ്ത സാധനം അങ്ങോട്ട് എടുത്തിട്ടാലും മതിയായിരുന്നു. പക്ഷെ വേണ്ട, ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഞാൻ നേരത്തെ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഞങ്ങൾ പറഞ്ഞൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അവൾ ഇനിയിപ്പോൾ ഉണ്ണിയുടെ വയ്യാതിനെ കുറിച്ച് അതൊന്ന് കേട്ടോക്കിയേ.
ചെറുതായി ബോർഡറിൽ വന്ന് നിൽക്കുന്നു. വാക്സിൻ കഴിഞ്ഞ പിന്നെ തീരെ പാല് കുടിക്കാൻ ആക്കേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വയ്യാണ്ടായപ്പോൾ ഒട്ടും പാല് കൂടി ഇല്ലാണ്ടായപ്പോൾ ഒന്നും കൂടി കൂടി. ഇന്നലെയാണ് പെട്ടെന്ന് തന്നെ കൂടി. ഇന്നലെ വൈകുന്നു. ഇന്നലെ കാലത്തൊട്ട് തീരെ പാല് കുടിക്കില്ല. പിന്നെ ആകുമ്പോഴേക്കും ഒരുവിധമായി. ഇനി മറ്റന്നാൾ മറ്റേ കൾച്ചറായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം അറിയാം ഡോക്ടർ ഇഞ്ചക്ഷനായിട്ട് ചെയ്യാനായിട്ട് അഡ്മിറ്റ് ചെയ്യണോ. ഇന്നിപ്പോൾ ഉള്ളിൽ അല്ല മരുന്ന് തന്നിട്ടുള്ള നമുക്ക് കഴിക്കാൻ ഉണ്ണിക്ക് കൊടുക്കും. അപ്പോൾ സമാധാനമില്ലാണ്ട് ഞാൻ പോണു. വെള്ളമൊക്കെ കൊടുത്തു തുടങ്ങി. വെള്ളം കൊടുത്തു തുടങ്ങി ഞാനിപ്പോൾ. പാല് കുടിക്കണമെങ്കിൽ വെള്ളമെങ്കിലും കുടിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, എനിക്ക് ഈ വോയിസ് ഓവറൊന്നും ചെയ്തിട്ട് തീരെ ശീലമില്ല. ഞാൻ ചെയ്യലുമില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്ര ലെങ്തി വീഡിയോ ഒക്കെ ചെയ്യണേ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം.